ഗുഡ് ഈവനിങ് ഗൈസ്. മല്ലുബസിൻ്റെ അടുത്തൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ സായാഹ്നം ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കാപ്പിൽ ബീച്ചിലേക്കാണ്. നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ. അപ്പം ഇന്നൊന്ന് വൈകുന്നേരം ഈ ഒരു ബീച്ചിലൊന്ന് ചിലവാക്കിയാലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ ദേ എൻ്റെ പുറകെ കാണുന്ന ബീച്ചാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ഈ കാണുന്നത് കായലാണ്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണിത്. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും വന്ന് കുളിക്കാനും ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാനും ഉള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈമാണ്. ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നത് ഒക്ടോബർ മാസത്തിലാണ്. ഇത് ഇപ്പോൾ റോഡ് നോക്കി കഴിഞ്ഞാൽ എത്രയോ ഫാമിലീസ് അവിടെ വന്നിട്ടുണ്ടെന്ന് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബീച്ച് എക്സ്പ്ലോർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വന്ന വഴി ഒന്ന് നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യുക. അപ്പം നിങ്ങൾ ആ വഴിയിലേക്ക് പോയിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ ദേ ആ ബാക്കിൽ കാണുന്ന ഒരു ഏരിയ കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. ഒരു സെക്കൻഡ്. അതെ, ബാക്കിൽ കാണുന്നൊരു ഏരിയ കണ്ടല്ലോ, അതെ ഈ ഭാഗം. ആ ഭാഗം വരെ ഞാൻ നടന്നൊന്ന് പോകാൻ പോവുകയാണ്. അവിടെ അങ്ങോട്ട് കാപ്പിൽ ബീച്ചിൻ്റെ തന്നെ ഒരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് നടന്ന് പോകുമ്പോഴത്തേക്ക് നിങ്ങൾ ആ പഴയ ഒരു വീഡിയോ, അതായത് ഞാൻ ഇങ്ങോട്ട് വന്ന ആ ഒരു വീഡിയോ നിങ്ങൾ കാണും. അപ്പോൾ വന്ന വഴിക്ക് സത്യം പറഞ്ഞൊരു എന്താണ് പറയുന്നത്, ഒരു വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇങ്ങോട്ട് അപ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് നടന്നു പോവുകയാണ്. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് CCG എന്ന് പറഞ്ഞ എക്കോ സ്പോർട്സിൻ്റെ ആ ഒരു ഭാഗത്താണ്. ഇവിടെ ഇതുപോലെ ചെറിയ ബോട്ട്, നമ്മുടെ എന്താ പറയുക, രണ്ടുപേരൊന്ന് തുഴയുന്ന ബോട്ടുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു റൈഡിങ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം ഇപ്പോൾ നിൽക്കുന്നത് കൊല്ലത്താണ്. കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ തിരുവനന്തപുരത്തോട് നമ്മൾ കയറുകയാണ്. അപ്പോൾ ഞാനിത് മൊത്തം ചുറ്റി കാണിക്കാം. ഇത് റോഡ് സൈഡിൽ തന്നെയാണ് നമുക്ക് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് അകത്തേക്ക് കയറുകയാണ്. കയറി ചെല്ലുമ്പോൾ അതേ ഈ വലതുഭാഗത്ത് കാണുന്നത് ഇതിൻ്റെ ഒരു ഓഫീസാണ്. നമുക്ക് നടന്ന് അങ്ങോട്ടൊന്ന് ചെന്ന് നോക്കാം. അവർ ചെറിയ ബോട്ടുകളൊക്കെ ഒന്ന് കാണിച്ചിരുന്നു നമ്മളെ. ഇവിടെ ആൽക്കഹോളിക്, ഡ്രഗ്സ്, വെപ്പൺസ് ഒന്നും ഇവിടെ അനുവദിക്കത്തില്ല. ഇത് വെപ്പൺസ് ഒക്കെ കൊണ്ട് ഇവിടെ ആൾക്കാർ വരുമോ? ഉണ്ടല്ലേ. ആൽക്കഹോളൊക്കെ കൊണ്ടുവരും. അടിക്കാൻ ബോഡി പോകുമ്പോ തോന്നി ഇച്ചിരി അടിക്കണം എന്നൊക്കെ തോന്നും. അന്നേരം നമ്മൾ അത് ഇതിനകത്ത് വെച്ച് നമ്മൾ സമ്പാദിക്കുന്നത്. ഈ ബോട്ടാണ് അല്ലേ? ഇതുകൊണ്ട് അപ്പുറത്തിരിപ്പുണ്ട്. ഇതൊക്കെ തന്നെ മോഡൽ. ഇതൊക്കെ മോഡലാണ്. നമ്മൾ 1000 രൂപ അതിന് മണിക്കൂർ റേറ്റ് മേടിക്കും. ഇത് നമ്മൾ സായിപ്പന്മാരൊക്കെ കൊണ്ടിട്ടുണ്ട് പോകുന്നത്. ഇതൊക്കെ ഇതില് 2 പേർക്ക് പോവാം. ഇത് 2 പേർക്ക് പോവല്ലേ? ഇതെല്ലാം 2 പേർക്ക് പോകുന്നതാണ്. ഇത് ഒരാൾ പോകുന്നതാണ് ആണല്ലേ? ഇത് 3 പേർക്ക് പോകുന്നത്. 3 പേർക്ക് പോവാം. അതിൽ 2 പേര്. ഇതിലൊക്കെ 2 പേര്. ഇത് ഒരാൾ പോകുന്നത്. ഒരാൾ പോകുന്നതിന് 500 രൂപ അല്ലേ? ഒരു മണിക്കൂർ. അത് കഴിഞ്ഞ് 150 രൂപ കൂടിക്കൊണ്ടിരിക്കും. ആണല്ലേ? 500, പിന്നെ 700, 750 അല്ലേ? 500, 650, 750, 850. 850. എന്താ 850 ഈ ബോട്ടിന്റെ വലിപ്പം വെച്ചിട്ടാണോ? ഇതിൽ 4 പേർക്ക് പോവാം. അതിനാണ് 850 രൂപ. ഓക്കെ. അപ്പൊ നമ്മൾ തന്നെ തുഴഞ്ഞു പോകാൻ പറ്റുമോ? അതോ നമ്മൾ തന്നെ പോണം? വേറെ ആരും നമ്മുടെ കൂടെ വരുതൊന്നുമില്ല? വേണമെന്ന് പരിചയമില്ലെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരാൾ കൂടെ നമ്മൾ ഓരോ വെള്ളത്തിൽ വരുമല്ലോ.
ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്ന് അല്ലേ? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അങ്ങോട്ട് വർക്കല പോകുന്ന റൂട്ടൊക്കെ കണ്ട. കണ്ടായിരുന്നു. ഇതുവഴി അങ്ങ് അതുപോലെ അവിടെ ഒരു പൗച്ചൊക്കെ ഉണ്ട്, അതിനകത്തൊക്കെ പോയി ഇരുന്ന് ഇറങ്ങി മണിയക്കുളം പാലമുണ്ട്. ലേഡീസിന് ടോയ്ലറ്റ്, ജെന്റ്സിനില്ല. ലേഡീസിന്റെ ബാത്റൂമും ജെന്റ്സിന് ഇവന് ഇങ്ങോട്ട് അങ്ങോട്ടെങ്കിലും മാറിയാണല്ലോ മുള്ളാൻ പറ്റുമല്ലേ? അല്ല വേണ്ട അപ്പുറത്തൊക്കെ അത് പറഞ്ഞല്ലേ ഇവിടെ എവിടെയാണെങ്കിലും മുള്ളാൻ കുഴപ്പമില്ല. നിങ്ങൾ ഇതിന്റെ ആളാണല്ലേ? ഇതിന്റെ ആള് അലനെന്ന് പറയും. ഇത് ആള് പുറത്താ. ഞാൻ സെക്യൂരിറ്റി ആയിട്ട് ഇവിടെ ഇങ്ങനെ ഇതെല്ലാം നോക്കി നമ്മളെ വിളിച്ച് കാര്യങ്ങള് അവര് വിളിച്ച് പറയും. എന്നിട്ട് പുള്ളി വരും. പുള്ളിയാണ് വന്ന് ഇതൊക്കെ ചെയ്യുന്നത് ഇവിടെ. ഈ ബോട്ടുകളൊക്കെ എന്തിനു വെച്ചേക്കുവാ? ഇത് കായലിൽ മീൻ പിടിക്കാൻ പോകുന്നത്. പ്രൈവറ്റ് അല്ല, ഇതിനു വേണ്ടിയല്ല, എല്ലാത്തിനും വേണ്ടിയല്ലേ? അത് പിടിച്ച കുറച്ച് മൂപ്പലാന്മാരുണ്ട്. സാർ എന്താത്തിന്റെ ആണെന്ന് പറഞ്ഞു? അല്ല, ഞാനൊരു ചെറിയ ഒരു യൂട്യൂബ് പോലൊക്കെ തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പൊ അങ്ങോട്ട് ഒരു മാസമൊക്കെ ആവുന്നുള്ളൂ തുടങ്ങിയിട്ട്. അപ്പൊ ഇതെല്ലാം ഇവിടെ സൈഡിൽ ഇങ്ങനെ കുറെ കൊത്തുപണികളൊക്കെ കൊടുത്ത് കൊള്ളാം. നല്ല പ്രകൃതി ഭംഗിയുണ്ട് ഇവിടെ. കഴിഞ്ഞ പ്രാവശ്യം വെള്ളം പൊങ്ങിയപ്പോ ഇവിടെ മുറിച്ചു വിട്ടത്. അവിടെ തോണ്ടി വിട്ടത്. ഓ, വെള്ളം പൊങ്ങിയപ്പോ മുറിച്ചു വിട്ട് അങ്ങനെ കടലിലോട്ട് ഒഴുക്കി വിട്ടല്ലേ? കടലിലോട്ട് പറഞ്ഞിട്ട് കായലിലും ഇവിടെ അല്ലേ ഈ കാണുന്ന ഭാഗോ? ആ വെള്ളമൊക്കെ കിടക്കുന്ന സ്ഥലം. തോണ്ടി കടലിലോട്ട് വിട്ടു. ഇതിനകത്തൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. ഇതിനകത്തെല്ലാം വെള്ളം ഉണ്ടായിരുന്നു. പൊട്ടിപ്പോയി. ഇവിടെ മുതലുണ്ടായിരുന്ന ഇതെല്ലാം മുതലായിരുന്നു. ഇത് പ്രൈവറ്റ് ആണോ അതോ ഇത് പ്രൈവറ്റ് അല്ലേ? ആരുടെ ഇത്? പിന്നെ ഇത് ഡാനിയൽ എന്ന് പറയും. ഡാലിയ എന്ന് പറഞ്ഞ ഒരാളുടെ പേരുണ്ട്. അതില് പേരുണ്ട് ഡാനിയലിന്റെ. അതല്ലേ ഇതിനകത്തുണ്ടല്ലോ എല്ലാം. മേഡത്തിന്റെ പേരുണ്ട്. മേഡമാണ് ബുക്കിംഗ് അല്ല. ബുക്കിംഗ് അല്ല മേഡമാണല്ലേ? അപ്പൊ അതിന്റെ റേറ്റ് ഒരു മിനിറ്റ്. അത് കൊണ്ടുപോയി ജസ്റ്റ് ക്യാമറയിലൂടെ ഒന്ന് പിടിപ്പിക്കുക. ഇതൊക്കെയാണ് റേറ്റ്. പിന്നെ കൂടുതൽ ആൾക്കാർ വരുന്ന എന്തെങ്കിലും ഇളവ് ചെയ്ത് കൊടുക്കും. CCG എന്തുവാ? CGCG എന്നാണ് ഇതിന്റെ ഈ പേര് പറയുന്നത്. അങ്ങനെ ആണല്ലേ? ആരാ എന്താ ചുമ്മാ ഇട്ടേക്കുന്നുണ്ടല്ലോ? ചുമ്മാ ഇട്ടേക്കുന്നത് പുള്ളി ഒരു പേരായിട്ട് അങ്ങ് ഇട്ടേക്കുന്നത്. അപ്പൊ മറ്റേ ZYSYGY എന്നൊക്കെ ഇട്ടേക്കുന്നത്. കൊള്ളാം. ഏതായാലും ഒത്തിരി നാളായി തുടങ്ങിയിട്ട്. ഇതിപ്പോ 3 വർഷം മുമ്പോട്ട് കഴിഞ്ഞു. 4ാമത്തെ വർഷം ആണല്ലേ? അപ്പൊ അടുത്ത പ്രാവശ്യം ആട്ടെ ഞാൻ ഫാമിലിയും കൊണ്ടൊക്കെ വരാം. ഇതൊക്കെ യൂട്യൂബ് ഒക്കെ ഹിറ്റ് ആയി കഴിയുമ്പോൾ ഞാൻ ഇവിടെ വരാം. അപ്പൊ ചേട്ടന്റെ പേരെന്തായിരുന്നു? ജോർജ് അല്ലേ? അന്നേരം നമുക്ക് ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം. ഇത് മറ്റൊരു ഭാഗമാണ്. പക്ഷെ ഇതെനിക്ക് ഞാനിവിടെ നിന്നിപ്പോൾ ഒന്ന് ഫോട്ടോ എടുത്തു. നല്ല എന്താ പറയുക, പച്ച കളറിലെ വെള്ളം മൊത്തം. ദൂരെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് കടലാണ്. കടലിൽ തിരമാല അടിച്ച് ഇങ്ങോട്ടും കയറുന്നുണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് ഒഴുക്ക് പോകുന്നുണ്ട്. അവിടെ നല്ലൊരു കോലാഹലമാണ്. ഇതതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗമാണ്. ഇത് ഷട്ടർ പൊക്കുകയും താക്കുകയൊക്കെ ചെയ്യുന്നതാണ്. വേലിക്കയറ്റവും ഇറക്കവും ഉണ്ടാകുന്ന സമയത്ത് നോക്കിയിട്ട് വേണ്ട. അവിടെ ചെറിയൊരു ഐലൻഡ് പോലെ വന്നിട്ടുണ്ട്. ഈ വാട്ടറിൽ കൂടെ നമുക്ക് ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്ത് നമ്മൾ അത്ര എത്തണം. പയ്യെ ഓടറാ ദേഹത്തെല്ലാം വെള്ളം തെളിക്കുന്നു. ഞാൻ ചെരുപ്പിട്ടോണ്ടാണ് വരുന്നത്. എൻ്റെ മിക്കവാറും എൻ്റെ ഒക്കെ ഞാനഞ്ഞ് വരുന്നുണ്ട്. ദൈവമേ കയറി വരുന്നു വെള്ളം. അയ്യോ, അങ്ങനെ നടന്നു പോ.
അവിടം വരെ നടന്നു പോവാം. അത് ക്രോസ് ചെയ്തപ്പോഴോ ഒഴുക്കുണ്ടല്ലേ? എൻ്റെ ഏകദേശം മുട്ടോളം വെള്ളമായി. എനിക്ക് ഏകദേശം ഒരു 180 സെൻറ്റിമീറ്ററോളം എനിക്ക് നീളമുള്ള ഒരാളാണ്. ഞാനാണ് മുട്ടോളം വെള്ളത്തിൽ ഇതുവഴി ഇങ്ങനെ നടന്നു വരുന്നത്. അവിടെ ഓരോരുത്തരൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. കുറച്ച് കരയ്ക്ക് കയറിയും കുറച്ച് നേരം കരയിൽ നടക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ നോക്കൂ, അങ്ങോട്ട് പോകാൻ നോക്കൂ. പക്ഷെ ഒഴുക്കൊണ്ടെന്നേ ഉള്ളല്ലേ? ഏ സൈഡിൽ കൂടെ? ഈ സൈഡിൽ കൂടെ ആൾക്കാർ പോയി വരുന്നുണ്ടോ അവിടെ? അതെ, നമ്മൾ വീണ്ടും വെള്ളത്തിൽ കൂടെ നടന്ന് വരികയാണ്. ഇവിടെ നിങ്ങോട്ട് നല്ലതേ ഒഴുക്കടിക്കുന്നുണ്ട്. നമുക്ക് ഇച്ചിരി മേളിലോട്ടൊക്കെ കയറി ഇങ്ങനെ നടക്കാം. വേണ്ട, അങ്ങോട്ട് പോകുന്നില്ല. കാരണം ചെറുതായിട്ട് ഒഴുക്കുമുണ്ട്. വെറുതെ നമ്മളെന്തിനാണ് റിസ്ക് എടുക്കുന്നത് അവിടം വരെ പോയി? അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ ഇവിടുന്ന് നിർത്തുകയാണ്. നമുക്ക് തിരിച്ചങ്ങോട്ട് പോകാം. അവിടെ കുറേ സ്പോർട്സ് ആക്ടിവിറ്റീസും മറ്റും കൊടുത്തിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് പോയാലോ? അല്ലേ, അവിടം കടലാണ്. ഇത് കായലിലെ വെള്ളം വന്ന് കയറുവാണ്. ഇവിടെ രണ്ടും മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടല്ലേ കാണാൻ? മുമ്പോട്ട് പോയാലോ? വേണ്ട, നല്ല ഒഴുക്കാണ് അങ്ങോട്ട്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നമ്മളിപ്പം അവിടെ നിന്ന് ഇങ്ങനെ നടന്നത് ഈ ഒരു ഭാഗം വരെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ വലത്തോട്ട് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കായൽ പോലെ കാണാം. പക്ഷെ നല്ല രസമുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ യാത്ര ചെയ്ത് പോകാൻ. എന്ത് ഭംഗിയാന്നൊക്കെ. കൊള്ളായതന്നെ സ്ഥലങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെയൊക്കെ ചെറിയൊരു ബോട്ടിങ് ഒക്കെ നടത്തണമല്ലേ? അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള വഴിയൊക്കെ കണ്ട ഇങ്ങനെ നടന്നു പോകും ആൾക്കാർക്ക്. ഇതൊക്കെ ഈ കല്യാണം കഴിയുമ്പോഴത്തേക്ക് വന്ന് ഈ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയൊരു പ്രദേശം കേട്ടോ. ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു ഈ ഏരിയ മൊത്തം. ഇവിടെ യൂക്കാലിപ്സ് മരങ്ങളാണെന്ന് തോന്നി ഈ കാണുന്നത്. അപ്പോൾ ഒരു സിനിമയൊക്കെ ഷൂട്ട് ചെയ്യണം ഇവിടെ വന്ന്. എന്നെ ആംബിയറല്ല. ഞാൻ ഇവിടെ ഒരു ചെറിയ ബോട്ടൊക്കെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട്. എൻ്റെ ബോട്ടിൻ്റെ ഒക്കെ മുകളിൽ നിന്ന് ഒരാൾ ഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ്. മിക്കവാറും എനിക്കൊന്ന് ആൾക്കാരൊക്കെ വേണ്ടി കൊണ്ടിട്ടേക്ക് വന്നു, ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി കൊണ്ടിട്ടേക്ക് വന്നു. ഒരു പഴയൊരു പൊളിഞ്ഞ ബോട്ടാണ്. വലതുവശത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ടൂറിസ്റ്റൊക്കെ വന്നേക്കുന്ന ഒരു കാറെല്ലാം നമുക്കിവിടെ കാണാം. അതിൻ്റെ അപ്പുറം ഒരു ചെറിയൊരു വീട് പോലെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് മനസ്സിലാണല്ലോ. എന്തായാലും ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ തോന്നുന്നു.
മീനുകൾ ഇച്ചിരി ഓടുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് ക്യാമറ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. ചെറുതായിട്ട് ക്യാമറ കിട്ടുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ വരുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് കാണുമായിരിക്കും. അവിടെ ഒരു റിസോർട്ടാണെന്ന് തോന്നുന്നു. എന്നിട്ട് നാടിൻ്റെ ഭംഗി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഒരു നാടിൻ്റെ വലിയ ഭംഗികൾ. ഇവിടെ ആൾക്കാർക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് ആ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ മുനമ്പ് പോലെ കൊടുത്തേക്കുന്നുണ്ടോ. അവിടെ ഒരു സ്കൂട്ടർ ഒരാൾ കൊണ്ട് വെച്ചേക്കുന്നത് കണ്ടോ. എനിക്കൊന്ന് അങ്ങേന്ന് വരെ ഓടിച്ചുകൊണ്ട് വന്നുകൊണ്ട് വെച്ചതായിരിക്കാം. ഇവിടെ ഒരു വലിയ പാലമുണ്ട്. ആ പാലത്തിൽ കൂടെ തോന്നുന്നു ഞാൻ വന്നതെന്ന് തോന്നുന്നു ഇങ്ങോട്ടെ. അവിടെ ചെറിയൊരു വീടുകളും എനിക്കൊന്ന് റിസോർട്ട് ചെയ്താണ്ടൊക്കെയാന്ന് തോന്നുന്നു. അത് കാണുന്ന ആ ഒരു ഭംഗി കണ്ടിട്ട് റിസോർട്ടാണെന്ന് തോന്നുന്നു. ഇതേ ഒരു ചേട്ടൻ അവിടെ നിന്ന് ചൂണ്ടയിട്ട് പിടിക്കുന്നു കണ്ട. ഇത്രയൊക്കെ ക്ലിയർലി എനിക്ക് കിട്ടത്തുള്ളൂ. എന്ത് രസമല്ലേ. ഫുൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രദേശം. മാത്രമല്ല ഇവിടെ ഒത്തിരി പേർക്ക് വേണേൽ വന്നിരുന്നത് നമുക്ക് സിനിമയുടെയൊക്കെ ഷൂട്ടിംഗ് എടുക്കാൻ. മാത്രമല്ല ഈ കല്യാണം കഴിഞ്ഞ് വരുന്ന കപ്പിൾസിന് അവർക്ക് ഷൂട്ടിംഗ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. ഇതിവിടെ എല്ലാവരും ഒന്ന് വരാൻ മാക്സിമം ഒന്ന് ശ്രമിക്കുക. ഞാൻ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുന്നുണ്ട്. അവിടെ ഒരു പാർക്ക് പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാർക്കൂടെ നമുക്ക് കണ്ടിട്ട് ഈ ഒരു ഷോ നമുക്കിവിടെ നിർത്താം. ഒരു ചെറിയ ഷോയാണ്. നമുക്ക് ഈ പാർക്കൂടെ കണ്ടിട്ട് അങ്ങ് നിർത്താം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടുന്ന് ഇപ്പോൾ ഇറങ്ങുവാണ്. അതെ, നേരെ കാണുന്ന ആ വഴിയില്ല. അതാ നമുക്ക് അങ്ങ് അറ്റം വരെ ഒരു കിലോമീറ്ററോളം നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ബീച്ച് ഏരിയ തന്നെയാണ്. അവിടെയോടെ നമുക്കൊന്ന് പോകണമെന്നുണ്ട്. അപ്പോൾ അവിടെ പോയതിന് ശേഷം കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുമ്പോഴത്തേ ഈ സൂര്യൻ ഇങ്ങനെ താണതാന്ന് വരും. നമുക്ക് ഈ സൂര്യൻ്റെ ഒരു സൺസെറ്റ് കൂടെ കണ്ടിട്ട് നമുക്ക് ഈ ഒരു ഷോ വൈൻഡപ്പ് ചെയ്യാം. എൻ്റെ വലതുവശത്ത് കായൽ, ഇടതുവശത്ത് കടൽ. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഓടി വേറൊരു ഭാഗത്ത് വന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് എന്ന് പറയുമ്പോൾ ഞാൻ അവിടുന്ന് ഇങ്ങോട്ടാണ് ഞാൻ വന്നത്. വന്നിങ്ങനെ വലത്തോട്ട് നോക്കിയപ്പോൾ ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറി കണ്ടത്. ഈ കാണുന്നത് കായലും അതിൻ്റെ അപ്പുറം കാണുന്നത് ആ ഒരു കടലുമാണ്. മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമറ കിട്ടുമെന്നറിയത്തില്ല. സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇവിടെ ഒരു സീനറി കിട്ടുമെന്നറിയാൻ വേണ്ടി അവിടുന്ന് വണ്ടി ഓടിച്ചിട്ട് വന്നത്. എന്തായാലും എനിക്ക് ഇത്രയും സീനറി എനിക്ക് ഇവിടുന്ന് കിട്ടുന്നുള്ളൂ. ഇനി ഞാൻ തിരിച്ച് നേരെ ഇതുവഴി അങ്ങോട്ട് പോവുകയാണ്. പോയിട്ട് അവിടെ കുറച്ച് അഡ്വഞ്ചർ എന്ന് പറയാൻ കുറച്ച് കുട്ടികൾക്ക് കളിക്കുന്നതായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിപ്പം ഒരു സ്വിം അഡ്വഞ്ചർ വാട്ടർ സ്പോർട്സ് എന്ന് പറഞ്ഞൊരു ഏരിയ നിൽക്കുവാണ്. കുറച്ചിവിടെ എന്താ പറയുന്നത് അഡ്വഞ്ചറസായിട്ട് കുറച്ച് റൈഡും മറ്റും ഇവിടെയൊക്കെ ഉണ്ട്. നമ്മുടെ പുറകെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂര്യൻ ഏകദേശം ഇങ്ങനെ അസ്തമിക്കാറായി ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുവാണ്. അസ്തമിക്കുന്നത് കാണാൻ പറ്റുമല്ലോ എന്നറിയത്തില്ല. നല്ല കാർമേഘം ഉണ്ട്, അതുകൊണ്ട് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുവാണ്. എന്തായാലും കുറച്ച് നേരോടെ കഴിയുമ്പോൾ നമുക്ക് ചിലപ്പം സൂര്യൻ തെളിഞ്ഞു വന്നാലോ, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ തെളിഞ്ഞു വന്നാലോ എന്ന പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് ഈ അഡ്വഞ്ചർ സ്വിം റൈഡിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ ചുമ്മാ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാം. ഇവിടെ വരുന്ന കുട്ടികൾക്കൊക്കെ ഇത് കളിക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ്. ഞാൻ GPS ലൊക്കേഷൻ എന്താണെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാനൊക്കെ. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഉള്ള ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അന്നേരം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മൊത്തം ഞാൻ ഇതുപോലത്തെ ട്രാവലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോസാണ് ഞാൻ കൂടുതലും അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോ തുടർന്നും അങ്ങോട്ട് അത് തന്നെ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ബാക്ക് ക്യാമറ ഓണാക്കി ഈ ഫുള്ള് നമുക്ക് കാണാം. അതെ, ഇവിടെ നമുക്ക് KL02 ജ്യൂസ് ബാർ എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. KL02 കൊല്ലമാണ്. അതെ, അതിനു മുമ്പ് നമുക്ക് സ്നാക്സ്, ഐസ്ക്രീം, ടീ, കോഫി 10 രൂപ 15 രൂപ. അതെ, ഇതായിരുന്നു കൂൾ ബാർ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ടെമ്പററി ആയിട്ട് ഇത് അടച്ചേക്കുവാണ് കൊറോണ കാരണം. അതെ, എൻ്റെ മുമ്പിൽ കാണുന്നതാണ് ആ സ്വിം അഡ്വഞ്ചർ വാട്ടർ സ്പോർട്സ് എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ. നമുക്ക് കുറച്ച് ഉള്ളിലോട്ടൊന്ന് കയറി നോക്കി ഈ എൻട്രൻസിൽ കൂടെ. ഇവിടെ താഴെ ഒരു കൊച്ചു ബോട്ടൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതെ, ഇവിടെ ഒരു ബോട്ട് ചാരി വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ഇതുപോലെ ഇവിടെ ചാരി വെച്ച ബോട്ടാണെന്ന് തോന്നുന്നത്. ഈ മറിഞ്ഞത് ഇവിടെ കിടക്കുന്നത്. വാട്ടവർ, നമുക്ക് മുമ്പോട്ടൊന്നുകൂടെ പോകാം.
ഇതേ ഒരു പട്ടി എന്നെ കണ്ടുകൊണ്ട് ഓടി വരുന്നതേ, എന്നെ കടിക്കാൻ ഓടി വരുന്നതാണോ അറിയത്തില്ല. ഇവിടെ എല്ലാം കുറേ ബോട്ടുകൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ട്, പുള്ളിയോട് ഞാൻ പോയി ചോദിക്കണ്ടേ, പട്ടി എൻ്റെ അടുത്തോട്ട് തന്നെ ഓടി വരുന്നു. ഇപ്പം ഞാൻ മുമ്പോട്ടൊന്ന് പോകുന്നതേ, ആ പട്ടിയെ നോക്കുമ്പോൾ പട്ടി എന്നെ തിരിച്ച് നോക്കുകയാണ്. ഇവിടെ എനിക്കൊന്നു അതിൻ്റെ ഓഫീസോ വല്ലോ ആയിരിക്കും. ഇവിടെ ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തോട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇവിടെ ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ കളിക്കാൻ പറ്റിയ കുറച്ച് ഭാഗങ്ങളുണ്ട്. ഇവിടെ ഒരു കിളിക്കൂടുണ്ടായിരുന്നു, കിളിയെ പക്ഷേ തുറന്നു വിട്ടേക്കുക, അതെ തുറന്നു വിട്ടേക്കുക, ഇപ്പോൾ ഇല്ല ഇവിടെ. ഇവിടുത്തെ അഡ്വഞ്ചറായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തു വെച്ചിരുന്നത്. ജെറ്റ് സ്കൈ ഉണ്ട്, സീ റാഫ്റ്റിംഗ് ഉണ്ട്, ബനാന റൈഡ്, ബമ്പിൾ റൈഡ്, വാട്ടർ സോംബി, കായാക്കിംഗ്, പിന്നെ ഷിക്കാർ ബോട്ടിംഗ്, സ്വിമ്മിങ്, പെയിൻറ്റ് ബോൾ, ആർച്ചറി, കാമൻഡോ നെറ്റ്, ചിൽഡ്രൻസ് പാർക്ക്, കിഡ്സ് പൂൾ, കിഡ്സ് പീഡൽ ബോട്ട്, ഫിഷ് സ്പാ എന്ന് പറഞ്ഞ് ഇത്രയും കൊടുത്തിട്ടുണ്ട് ഇവിടെ. നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് പോകാം. ഇവിടെ ദാണ്ട് കൊച്ചു ബോട്ടൊക്കെ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്, മൊത്തം പൊടി പിടിച്ച് കിടക്കുവാണ്. സൈക്കിൾ ബോട്ട്, പിന്നെ ചെറിയൊരു ഹൗസ് ബോട്ട് പോലെ. ഇത് പെഡൽ ബോട്ടാണെന്ന് തോന്നുന്നു. ഇത് പെഡൽ ബോട്ട്, ഇത് സൈക്കിൾ ബോട്ട്, ഇത് പെഡൽ ബോട്ടാണെന്ന് തോന്നുന്നു, രണ്ടെണ്ണം. പിന്നെ ജെറ്റ് സ്കൈയൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ സാധ്യതയുണ്ട്, ഇവിടെ ഒന്നും കാണാൻ സാധ്യതയില്ല. നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഒരു പൂളൊക്കെ ഉണ്ട്. ഇത് കൊട്ടവഞ്ചിയാണ്, മറച്ചിട്ടേക്കുവാണ്. ഇത് തിലോപ്പിയല്ലേ? അവിടെ അല്ലേ? കാണാനൊക്കെ ഇതില്ല, അതുകൊണ്ട് അപ്പുറമുണ്ട്. ഇത്രയുള്ള സൈസിലിട്ട് 1.5 മാസം പ്രായമായിട്ടുണ്ട്. 1-2 2 മാസം ആവാറായിട്ടുണ്ട് ഉള്ളല്ലേ? അതെന്താ അതിനകത്തൊരു ചെയർ? ആ പുള്ളിക്ക് കസേര ഇട്ടിരുന്ന് അതിന് തീറ്റ കൊടുക്കും. ഓക്കെ, അത് വലിയ ചികിത്സയൊന്നും അല്ലല്ലേ? ചില ആൾക്കാരുണ്ടല്ലേ ഇതിട്ട് മീനൊക്കെ കാലൊക്കെ പിടിച്ചിങ്ങനെ കുറേ ചികിത്സ ചെയ്യൂലേ? കൊറോണ ശേഷം അടച്ചതല്ലേ അല്ലേ? അതുവരെ പോയി ചിൽഡ്രൻസ് പാർക്ക് ഫ്രീ ആണോ അതോ പേയ്മെൻ്റാ? പൈസയാണല്ലേ? എത്ര രൂപയാ ഇവിടെയൊക്കെ? 20 രൂപ. ഇത് ഗവൺമെൻറ് ആണോ അതോ പ്രൈവറ്റ്? ഒരാൾക്ക് 20 രൂപ വെച്ച് ഇവിടെ നമുക്ക് പോയി എന്താ പറയുക, കുട്ടികൾക്ക് കളിക്കാമെന്ന് പറയും. ഇത് എല്ലാം ഉണ്ട്. ഈ കൂഞ്ഞാലൊക്കെ കെട്ടി വെച്ചേക്കുന്നത്. ഇതേ നമുക്കവിടെ വേണേൽ കിടന്ന് കാഴ്ചകൾ കാണാം. കിടന്നുകൊണ്ട് ആടാൻ പറ്റിയ ഒരു സംഭവമാണിത് ഇവിടെ. നല്ലൊരു വിഷ്വലാണല്ലേ മൊത്തം നമുക്കിവിടെ കാണാൻ. ഇവിടെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചാടി കളിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. ഇവിടോട്ട് എന്തിട്ട് കഴിഞ്ഞാൽ ഇത് ചാടുന്നൊരു എന്താണ് പറയുന്നത്, നമുക്ക് റബ്ബറിൻ്റെ ഒരു സംഭവമാണ് ഇത് ചെയ്തിട്ടേക്കുന്നത്. ഇത് നമുക്കിങ്ങനെ ചാടാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഇത് എന്തൊന്നും ഫ്ലെക്സിബിൾ ആണോ അറിഞ്ഞോളൂ. കുട്ടികളൊക്കെ ഇടന്നൊക്കെ തുരുമ്പിച്ചിരിക്കുകയാണ്. ഇനിയിപ്പം ഇതൊക്കെ വർക്കാക്കിയൊക്കെ എടുക്കണം. കാരണം കൊറോണ ആയതുകൊണ്ട് മൊത്തം യൂസ് ചെയ്യാതെ ഇങ്ങനെ വെച്ചേക്കുവാണ് ഇതെല്ലാം. ഇത്രയേ ഉള്ളെന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് ഇനിയിപ്പം കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നമുക്ക് ആ സൂര്യാസ്തമയം നമുക്ക് കണ്ടിട്ട് തിരിയൊരു ഷോ ഇവിടെ അവസാനിപ്പിക്കാം. എൻ്റെ ഒരു പട്ട് ഇരട്ടക്കുട്ടികളെ കണ്ട. നമ്മളങ്ങനെ വീണ്ടും കടൽക്കരയിലൊക്കെ ഇങ്ങനെ വരുവാണ്. കടൽ തീരത്തേക്ക് വരുവാണ്. അവിടെ എന്നെ സൂര്യൻ പറ്റിച്ചു. സൂര്യൻ കാർമേഘങ്ങൾക്ക് ഇടയിൽ മുങ്ങി അത് അസ്തമിച്ചു. എന്തായാലും എനിക്ക് കാണാൻ പറ്റിയില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ഫാമിലീസൊക്കെ ഇവിടെ നമുക്കിരുന്ന് ഓരോരോ കളികളൊക്കെ കളിക്കുന്നു. അവരൊക്കെ ഫാമിലിയായിട്ടൊക്കെ വന്നേക്കുവാണ് ഇവിടെ. വലതുവശത്തെ ഈ റോഡിൽ കൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോയത്. ആ ബീച്ചിലോട്ട് പോയത് ഈ റോഡിൽ കൂടെയാണ്. ഇതാണ്ട് ഇവിടെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റിയുടെ ഞാൻ ആ ബോർഡ് ഒന്നുകൂടെ ഞാൻ വ്യക്തമായിട്ട് കാണിക്കാം.
ഒരു വണ്ടി വരുന്നുണ്ടോ? നല്ല രസമുണ്ടല്ലേ ഇത് കാറ് കാണാനല്ലേ. KL07 കൊച്ചിയിലെ വണ്ടിയാണല്ലോ. ചേട്ടാ അത് പോകും. നമുക്ക് ആ വാട്ടർ സ്പ്രൂ നല്ല രസമുണ്ട് ആ വണ്ടി കാണാൻ അല്ലേ. ഈ സൈഡ് നല്ലതായിട്ട് എന്തൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറിങ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. കാരണം സൂര്യൻ്റെ ആ ഒരു അസ്തമിച്ച ആ ഒരു സമയം എന്ന് പറയുന്നത് നല്ല കറക്റ്റ് നല്ല കളർ ലൈറ്റ് കിട്ടുന്നൊരു സ്ഥലമാണ്. ഇത് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസിൻ്റെ ഒരു ഫുൾ ഇവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്നതാണ്. ജെറ്റ് സ്കൈ ഡ്രൈവ് ഒക്കെ ഉണ്ട്, ജെറ്റ് ട്യൂബും എല്ലാം ഉണ്ട് ഇവിടെ. നമുക്കത് എവിടെ ആയിട്ടാണ് എങ്ങനെയാണ് അവൈലബിലിറ്റി എന്നുള്ളത് അറിയത്തില്ല. ഇനി തുറന്നു കഴിഞ്ഞാൽ നമുക്കിനി അവൈലബിലിറ്റിയുടെ കാര്യം അറിയാൻ നോക്കത്തുള്ളൂ. പിന്നെ ബോഡി ബോർഡുണ്ട് നമുക്ക്. ഇവിടെ ഇക്കുളത്തേക്ക് കണ്ടില്ലേ നമ്മുടെ സായിപ്പുമാരൊക്കെ ഇതാണ്ട് TV അതൊക്കെ കാണുന്നില്ലേ, ഒരു പാ പോലത്തെ സാധനത്തിനകത്ത് നിന്നൊക്കെ വരുന്നത്. അപ്പോൾ അതെല്ലാം നമുക്കിവിടെ ഉണ്ട്. എനിവേ സംഭവം സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ സംഭവം. ഞാനിവിടുന്ന് ഈ ഒരു യാത്ര ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു ബ്ലോഗിങ് കുറച്ച് നല്ല കാഴ്ചകൾ കാണാൻ പറ്റി. ഒരു കടലിൻ്റെ ഭംഗി, കരയുടെ ഭംഗി, കായലിൻ്റെ ഭംഗി, അതിന് ചുറ്റുമുള്ള കുറേ എക്യുപ്മെൻറ്റ്സിൻ്റെ ഒക്കെ ഭംഗി, എക്യുപ്മെൻറ്റ്സ് പറയാനില്ല, അഡ്വഞ്ചർ റൈഡ്സിൻ്റെ ഒക്കെ ഭംഗി. എന്തായാലും ഞാൻ തൽക്കാലത്തേക്ക് ഞാൻ എൻ്റെ ഈ ഒരു ബ്ലോഗിങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് മറ്റൊരു എപ്പിസോഡ് അടുത്തൊരു അധ്യായമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇനിയും ഞാൻ ഇവിടെ നേരെ പോവുകയാണ്. ഏകദേശം 50 കിലോമീറ്ററോളം ഉണ്ട്. ഒരു 2 മണിക്കൂർ അടുത്തെടുക്കും എനിക്ക് എൻ്റെ വീട്ടിലെത്താൻ. അതെ 2 മണിക്കൂർ എടുക്കും. 50 കിലോമീറ്ററോളം ഉണ്ട്. പിന്നെ പോകുന്നതിന് മുമ്പ് എവിടെ നിന്നെങ്കിലും ഇച്ചിരി നല്ലൊരു പൊറോട്ടയും ബീഫും കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. കുറച്ച് നാളായി നമ്മൾ ലോക്ക്ഡൗൺ ആയിട്ട് ഇതുവരെയായിട്ടും പുറത്ത് പോയൊരു പൊറോട്ടയും ബീഫും ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. ഈ പ്രാവശ്യം നമ്മുടെ നാട്ടിൽ എന്തായാലും പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും നല്ല ഹോട്ടൽ കാണും, ഒരിക്കലും കയറി ഒന്ന് കഴിക്കണം. കഴിച്ചിട്ട് അങ്ങ് വീട്ടിൽ പോകും. കഴിക്കുന്നൊന്നും എന്തായാലും എനിക്കിപ്പം ക്യാമറയ്ക്കകത്ത് എടുക്കുന്നില്ല. അപ്പം ഞാൻ ഇവിടുന്ന് വിട വാങ്ങുകയാണ്. ദിസ് ഈസ് മീ ഷിതിൻ തങ്കച്ചൻ സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ.